ഇസ്രയേലിനെതിരെ നിരന്തരം മിസൈലുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന ഹൂതികൾക്കെതിരെ കടുത്ത നീക്കത്തിനൊരുങ്ങി ഇസ്രയേൽ. ഗാസയിലും ലെബനനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക നീക്കം യമനിലും ഇസ്രയേൽ നടത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനായി യുഎന്നിൽ അവർ വാദമുയർത്തിയിട്ടുണ്ട്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളെ ഇല്ലാതാക്കാമെന്ന നിലപാടിലാണ് ഇസ്രയേൽ. ഹൂതികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇസ്രയേൽ ഉയർത്തിയിട്ടുണ്ട്. ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് യുഎസ് പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രയേൽ യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നത്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സിറിയയിൽ ബഷർ അൽ അസദിന്റെയും വിധി ഹൂതികൾക്ക് വരുമെന്നാണ് ഭീഷണി. ഇസ്രയേലിനു നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും $120 കോടി വാർഷിക ബജറ്റുള്ള സംഘടന സൂയസ് കനാൽ വഴി ചരക്ക് കടത്ത് മടക്കുകയാണെന്നും യുഎന്നിലെ ഇസ്രയേൽ അംബാസഡർ ഡാനി ഡാനൽ പറഞ്ഞു. എന്നാൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച രക്ഷാസമിതി അംഗങ്ങൾ യമനിലെ സിവിലിയന്മാർക്കുമേൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകളെയും അപലപിച്ച് വൈദ്യുതി നിലയങ്ങൾ, സന്ന വിമാനത്താവളത്തിലെ വ്യോമഗതാഗത കൺട്രോൾ ടവർ, തുറമുഖങ്ങൾ എന്നിവ ഇസ്രയേൽ ആക്രമിച്ചു തകർത്തിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ബെൻ ഗൂറിയൻ വിമാനത്താവളം, കിഴക്കൻ ജെറുസലേമിലെ വൈദ്യുതി നിലയം എന്നിവയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തി. 2 ആഴ്ചക്കിടെ ഇത് 7ാം തവണയാണ് ഹൂതികൾ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇതേ കാലയളവിൽ അവർ ഡ്രോണുകളും അയച്ചിരുന്നു. ഇസ്രയേലിന്റെ വ്യോമാതിർത്തിയിൽ മിസൈൽ കടന്ന സമയത്ത് തന്നെ അപകട സൈറണുകൾ മുഴങ്ങിയിരുന്നു. തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നത്. ജെറുസലേമിന് സമീപമുള്ള ബെയ്ത് ഷമീഷ് നഗരത്തിലാണ് മിസൈലിന്റെ തകർന്ന ഭാഗങ്ങൾ പതിച്ചത്. അതേസമയം മിസൈൽ തകർത്ത ശബ്ദം കേട്ട് സുരക്ഷിത ബാങ്കറുകളിലേക്ക് ഓടുന്നതിന്റെ തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ കുറെ സമയം നിർത്തിവെച്ചിരുന്നു. മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് ടെൽ അവീവ് നഗരത്തിൽ ഇസ്രയേലിലെ പ്രമുഖ കവിയും ഗായകനുമായ മോഷെ പെരറ്റ്സിന്റെ സംഗീതമേള നടക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് സംഗീത പരിപാടിക്കായി ഒത്തുകൂടിയിരുന്നത്. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് കാണികളിൽ പലരും ചെറുതായി പരിഭ്രാന്തരായി. എങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഹൂതി നേതാക്കൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്നും അവർ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. ഗാസയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നും ഹൂതി സുപ്രീം റവല്യൂഷണറി കമ്മിറ്റി തലവൻ മുഹമ്മദ് അലി അൽ ഹൂത്തി സമൂഹ മാധ്യമങ്ങളായ എക്സിൽ കുറിച്ചു. തെക്കൻ ഹുദൈദയിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതായി ഹൂതി നേതാക്കൾ ആരോപിച്ചിരുന്നു. ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ആക്രമണം തുടങ്ങിയിരുന്നു. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളാണ് ഇവർ ആദ്യം ആക്രമിച്ചിരുന്നത്. ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയും ഹമാസ് ഭീകരർ ഒത്തുതീർപ്പിനായി ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് ഹൂതികൾ വീണ്ടും ഇസ്രയേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കാൻ തുടങ്ങിയത്. ഇതിന് തിരിച്ചടിയായാണ് ഇസ്രയേൽ വ്യോമസേന നിരവധി തവണ ഹൂതികളുടെ താവളമായ യമനിലെ സനയിൽ പല പ്രാവശ്യം ശക്തമായ തോതിൽ ബോംബാക്രമണം നടത്തിയത്. സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും ഹുദൈദ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഹുദൈദ തുറമുഖത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ നങ്കൂരമിട്ടിരുന്ന പല കപ്പലുകൾക്കും പുറപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ്.